നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. വീട് പൂർണ്ണമായി തകർന്നു. കൊല്ലം മടത്തറ അരിപ്പ സ്വദേശി തുളസിയുടെ വീടാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 5-അംഗ സംഘത്തിലെ 2 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണറെയും പത്നിയെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സാധാരണ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയാണ് അമ്മയുടെ പ്രവർത്തനങ്ങളെന്ന് ഗവർണർ. വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പന്മന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പന്മന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചുമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിനോഷായുടെ വസ്ത്രം അഴിഞ്ഞുപോയത് പ്രശ്നം വഷളാക്കി. പോലീസ് വസ്ത്രം മനഃപൂർവ്വം ഉരിഞ്ഞതാണെന്നാരോപിച്ച് പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിക്കമ്പ് കൊണ്ട് പോലീസ് ജീപ്പിന് നേരെ ആക്രമണം നടത്തി. ചില്ലുകൾ അടിച്ചു പൊട്ടിക്കാനും ശ്രമം നടത്തി. ഇതേ തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. വീണ്ടും പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. തുടർന്നും പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി. ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ പോലീസിനെ മറികടന്ന ചില പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കയറി. പോലീസ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായതോടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. രാത്രി വൈകിയും പോലീസ് സ്റ്റേഷൻ ദേശീയപാത ഉപരോധം തുടർന്നു. ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ചങ്കരമംഗലം ജംഗ്ഷനിലേക്ക് കഴിഞ്ഞ രാത്രി നടത്തിയ മാർച്ചിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ടൈറ്റാനിയം ജംഗ്ഷനിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 5-അംഗ സംഘത്തിലെ 2 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 28-ന് രാത്രിയായിരുന്നു സംഭവം. നായേഴ്സ് ആശുപത്രിക്ക് മുന്നിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഉളിയക്കോവിൽ ആറ്റൂർച്ചിറ വീട്ടിൽ ഹരികൃഷ്ണൻ, ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് സമീപം സർവീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന, കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെന്നൈ അരുമ്പാക്കം MMDA കോളനിയിൽ അഹമ്മദ് ഷാ എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മാടിനാട് സ്വദേശി ഷൈൻ, രഞ്ജിത്ത്, വിപിൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടിയം SI നിതിൻ നളന്റെ നേതൃത്വത്തിൽ SIമാരായ അനിൽകുമാർ, ജോയി, CPOമാരായ പ്രവീൺ ചന്ദ, രമ്യ, വിനോദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. ജൂൺ 28-ന് രാത്രി 9:30-ഓടെയായിരുന്നു സംഭവം. കൊട്ടിയം പീടികമുക്കിൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഇടത്ത് ഓട്ടോ ഡ്രൈവറായ ഷൈന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘം എത്തി തൊഴിലാളികളെ കതകിന് മുട്ടി വിളിച്ചു. ഇവർ 5 പേരും അകത്തുകയറി തൊഴിലാളികളുടെ കഴുത്തിൽ കത്തിവെച്ച് പണവും മൊബൈൽ ഫോണും അപഹരിക്കുകയായിരുന്നു. കൊട്ടിയം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ കേന്ദ്രമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. വീട് പൂർണ്ണമായി തകർന്നു. കൊല്ലം മടത്തറ അരിപ്പ വേങ്കുലയിൽ താന്നിമൂട്ടിൽ വീട്ടിൽ തുളസിയുടെ വീടാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. കൊല്ലം മടത്തറ അരിപ്പ വേങ്കൊല്ലയിലാണ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ വീട് പൂർണ്ണമായി കത്തിനശിച്ചു. അരിപ്പ വേങ്കൊല്ലയിൽ താന്നിമൂട്ടിൽ വീട്ടിൽ തുളസിയുടെ വീടാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ഈ സമയം ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ അപകടം ഒഴിവായി. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി. അമൃതാനന്ദമയി മഠത്തിലെത്തിയ ഗവർണറെയും പത്നിയെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സാധാരണ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയാണ് അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അമൃതാനന്ദമയി മഠത്തിലെത്തിയ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കറെയും ഭാര്യ അനഘ ആർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. 2 മണിക്കൂറോളം അമൃതാനന്ദമയിയുമായി സംവദിച്ച ഗവർണർ ആശ്രമവും പരിസരത്തും സന്ദർശനം നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അമൃതാനന്ദമയിയെ സന്ദർശിച്ചത്. അമൃതാനന്ദമയിയുടെ നിസ്വാർത്ഥ സേവനം വലിയ പുണ്യമാണ് രാജ്യത്തിന് നൽകുന്നതെന്നും ലോകത്തിന് മുഴുവൻ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ICSE സോണൽ വോളിബോൾ മത്സരത്തിൽ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠം ജേതാക്കളായി. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ICSE സോണൽ വോളിബോൾ മത്സരം കായംകുളത്താണ് സംഘടിപ്പിച്ചത്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. CSI വൈദിക ജില്ലാ ചെയർമാൻ മാത്യൂസ് പി യുമൻ ഉദ്ഘാടനം ചെയ്തു. 6 വിഭാഗങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ 5ലും കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ICSE വോളിബോൾ സംസ്ഥാന കോർഡിനേറ്റർ ബ്രിജിത്ത് VS, ജില്ലാ കോർഡിനേറ്റർ ശിവ, അനീഷ് പടിക്കമണ്ണിൽ, അന്നാമേരി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് കലയനാട് PH സെന്ററിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുനലൂർ നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കലയനാട് PH സെന്ററിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭ മുൻ വൈസ് ചെയർമാൻ D ദിനേശൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പല രോഗങ്ങളും ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കലയനാട് തന്നെ തെരഞ്ഞെടുത്തതാണ്. നമ്മുടെ ഈ അർബൻ PHC നല്ല രീതിയിൽ ലാബ് ടെസ്റ്റുകൾ ഉൾപ്പെടെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഈ അർബൻ PHCയിൽ വെച്ച് തന്നെ ഈ ക്യാമ്പ് നടത്തണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. കൗൺസിലർ സതീഷ് അധ്യക്ഷത വഹിച്ചു. പുതിയ രോഗങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രോഗങ്ങളെയെല്ലാം എങ്ങനെ അമർച്ച ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിശകലനമായ പഠനം, അതുപോലെ തന്നെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ആരോഗ്യമേഖല അതിന് ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പ്രിയങ്ക സ്വാഗതം പറഞ്ഞു. ജനറൽ മെഡിസിൻ, ഓർത്തോ വിഭാഗം, ഡെർമറ്റോളജി വിഭാഗങ്ങളിലായിരുന്നു ക്യാമ്പ്. ഡോക്ടർ ശ്രീകാന്ത, ഡോക്ടർ ഫിറോസ്, ഡോക്ടർ വിധുശ്രീ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്ന് ഇങ്ങനൊരു ക്യാമ്പ് നമ്മുടെ പെരുപ്പറയിൽ സംഘടിപ്പിച്ച മുനിസിപ്പാലിറ്റിയിലുള്ള അതിലേക്ക് ഞങ്ങളെ മൂന്നുപേരെ ഇൻവൈറ്റ് ചെയ്തതും എല്ലാം ഒരു പുതിയൊരു ചുവടുവെപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള കാലത്തും ഇനി വരുന്ന കാലങ്ങളിലും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നല്ല സജീവമായി നടക്കട്ടെ എന്നൊരു ആശംസ മാത്രമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരത്തിൽ വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകൾക്കായി വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നു. കച്ചേരി റോഡിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ 1ാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. പുനലൂർ നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത്. കച്ചേരി റോഡിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. ആദ്യ നിലയുടെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ 1ാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള 5 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1639 ചതുരശ്ര മീറ്ററിൽ 6 നിലകളിലായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ 3 നിലകളുടെ നിർമ്മാണമാണ് നടക്കുക. DEO, AEO ഓഫീസുകൾ, കോൺഫറൻസ് ഹാൾ, പാർക്കിംഗ് സൗകര്യം എന്നിവ ഈ 3 നില കെട്ടിടത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്.
പുനലൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായാണ് നിലവിൽ വിദ്യാഭ്യാസ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം ഒരുമിച്ച് എത്തുന്നതും കാത്തുനിൽക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അടിക്കടി അപകടമുണ്ടാകുന്ന പുനലൂർ KSRTC ഡിപ്പോയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടപടി. പ്രവേശന കവാടത്തിൽ ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ വീപ്പ് നിരത്തി. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അടിക്കടി അപകടമുണ്ടാകുന്ന പുനലൂർ KSRTC ഡിപ്പോയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടപടി തുടങ്ങിയത്. ഡിപ്പോയുടെ കവാടങ്ങൾ പരസ്പരം മാറ്റും. നിലവിൽ പ്രവേശിക്കുന്ന കവാടത്തിലൂടെ ബസ്സുകൾ പുറത്തേക്ക് പോകാനും പുറത്തേക്ക് പോകുന്ന കവാടത്തിലൂടെ ബസ്സുകൾ പ്രവേശിപ്പിക്കാനുമാണ് മുഖ്യ തീരുമാനം. ഡിപ്പോയുടെ പ്രവേശന കവാടത്തിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 പേർ ബസ്സിനടിയിൽപ്പെട്ടിരുന്നു. ഇതിലൊരാൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. അടിക്കടി അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇവിടം ബ്ലാക്ക് സ്പോട്ടാക്കി സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിന് ഡിപ്പോ അധികൃതർ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഇത് പ്രകാരം സ്ഥലപരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ് പുതിയ പരീക്ഷണം നിർദ്ദേശിച്ചത്. ഇതിനിടെ ഡിപ്പോയുടെ പ്രവേശന കവാടത്തിൽ വീപ്പ് നിരത്തി ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗതം നിയന്ത്രിക്കാൻ കവാടത്തിൽ ജീവനക്കാരനെയും നിയോഗിച്ചു. കവാടത്തോട് ചേർന്നുള്ള ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗും നിരോധിച്ചു. ദേശീയപാതയിൽ നിന്ന് താഴ്ചയിലേക്കുള്ള KSRTC ഡിപ്പോയിലേക്ക് ബസ്സുകൾ വളഞ്ഞു കയറുമ്പോൾ റോഡിലെ കാൽനട യാത്രക്കാർ ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് പുറത്താകും എന്നതാണ് പ്രധാനമായും അപകടമുണ്ടാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വിലയിരുത്തി. ഡിപ്പോയ്ക്ക് സമീപം ദേശീയപാതയിലെ സീബ്ര ലൈൻ തെളിക്കുന്നതും ദേശീയപാതയിൽ നിന്നും ഡിപ്പോയിലേക്ക് മുമ്പുണ്ടായിരുന്ന പടവുകൾ പുനഃസ്ഥാപിക്കുന്നതിനും ബസ്സുകളുടെ വേഗം കുറയ്ക്കാൻ ഡിപ്പോയുടെ 2 കവാടങ്ങളിലും ഹമ്പും കോൺവെക്സ് കണ്ണാടികളും സ്ഥാപിക്കുന്നതും അപകടം കുറയ്ക്കുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. നടപ്പാതയ്ക്ക് കൈവരി നിർമ്മിക്കാനും ജീവനക്കാരുടെ വാഹനങ്ങൾ ഡിപ്പോയ്ക്ക് പിന്നിലെ ശൗചാലയത്തിന് സമീപത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യാനും നിർദ്ദേശിച്ചു. ദീർഘനേരം നിർത്തിയിടുന്ന ബസ്സുകൾ ഡിപ്പോയിൽ സ്ഥലപരിമിതി ഉണ്ടാക്കുന്നുവെന്നും ഇവ പിൻഭാഗത്തേക്ക് നീക്കിയിട്ടാൽ അപകട സാധ്യത കുറയ്ക്കുമെന്നും കവാടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീൻ റോഡിന് അഭിമുഖമാക്കുന്നതിന് സ്ഥല സൗകര്യം ലഭ്യമാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GL റെജി, AMVIമാരായ ശ്രീപ്രസാദ്, പ്രശാന്ത്, പുനലൂർ ജോയിന്റ് RTO ഓഫീസിലെ AMVIS സിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സോഫ്റ്റ്വെയർ തകരാർ, സബ് ട്രഷറിയിൽ ജനം വലഞ്ഞു. പുനലൂർ സബ് ട്രഷറിയിൽ എത്തിയവരാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ വലഞ്ഞത്. സംസ്ഥാന വ്യാപകമായി ഉണ്ടായ തകരാറാണ് അസൗകര്യത്തിന് കാരണമെന്ന് ട്രഷറി അധികൃതർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി വ്യാഴാഴ്ച പുനലൂർ സബ് ട്രഷറിയിൽ എത്തിയവർ വലഞ്ഞു. സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറാണ് കാരണം. ഉച്ചതിരിയും വരെ ഇവിടെ നിന്നുള്ള സേവനങ്ങൾ തടസ്സപ്പെട്ടു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ട്രഷറി ഓഫീസിൽ പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ 8:30 മുതൽ കാത്തിരിക്കുകയായിരുന്നു. കുട്ടികളുമായി എത്തിയവരുൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. സൈറ്റിലെ തകരാർ മൂലം ഇവർക്കുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 8:30 ഞങ്ങൾ വന്നതാ. എന്നിട്ട് ഇവിടെ 10 മണിയായപ്പോൾ അവരെല്ലാം വന്നിട്ട് ഒന്ന് വർദ്ധിച്ചിരുന്നപ്പോൾ നെറ്റില്ലെന്ന് പറഞ്ഞ് ഇരിക്കുക. ഇത്ര നേരെ അവർ ഊണ് സമയമായപ്പോൾ അവരെല്ലാം അത് അടച്ച് അവർ പോയി ഉണ്ണാൻ പോയി. ഞങ്ങളെല്ലാം ഇങ്ങനെ കാവൽക്കാരെ പോലെ ഇരിക്കുന്നു. പൊടിക്കൊച്ചിനെയും കൊണ്ട് വന്ന വീട്ടിൽ വേറെ ആരുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് നേരം വെളുത്തോട്ട് ഈ രീതി ഇരിക്കണം. നെറ്റില്ല അവർ കുറ്റക്കാരാണ്, നമ്മൾ പറയട്ടത്തില്ല. വീട്ടിൽ കൊടുത്തെങ്കിലല്ലേ അവർ നേരത്തെ ഇതുവരെ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വന്നതിന് ശേഷം നല്ലപ്പെട്ട അനുഭവം. ഞാൻ 2-3 കൊല്ലം കൊണ്ട് വരുന്നത്. ഇത് നല്ലപ്പെട്ട. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്ന് അതൊക്കെ പറയും. വന്നിട്ടുണ്ടെന്ന് പറയും. ഉച്ചതിരിഞ്ഞ 3 വരെ ഇവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. സംസ്ഥാന വ്യാപകമായി ഉണ്ടായ തകരാറാണ് ഈ അസൗകര്യത്തിന് കാരണമെന്ന് ട്രഷറി അധികൃതർ പറഞ്ഞു. 3 മണിയോടെ തകരാർ പരിഹരിക്കപ്പെട്ടതായും ഇതിനുശേഷം എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിയെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. വീട് പൂർണ്ണമായി തകർന്നു. കൊല്ലം മടത്തറ അരിപ്പ സ്വദേശി തുളസിയുടെ വീടാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈൽ ഫോണും അപഹരിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. 5-അംഗ സംഘത്തിലെ 2 പേരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്.
സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മാതാ അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണറെയും പത്നിയെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സാധാരണ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയാണ് അമ്മയുടെ പ്രവർത്തനങ്ങളെന്ന് ഗവർണർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.